Network News is brought to you in association with Kalarikals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപിയുടെ ഐശ്വര്യമാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വരെ ബിജെപിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ സമീപന രീതിയാണെന്നും പിണറായി വിജയൻ. പുത്തൂരിൽ പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ കരാട്ടെ അസോസിയേഷനായ ജപ്പാൻ കരാട്ടെ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് KSUSFI സംഘർഷം, 3 പേർ ആശുപത്രിയിൽ. പയ്യന്നൂർ കണ്ടോത്ത് വെച്ച് ഞായറാഴ്ച പുലർച്ചെ 3:30യോടെയാണ് സംഭവം. കുഞ്ഞെഴുത്തിന്റെ ഭാവനയും സൗന്ദര്യവും നിറഞ്ഞ് കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഹരിദേവ് കൃഷ്ണന്റെ എഴുത്തുകൾ പുസ്തകമായി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ബിജെപിയുടെ ഐശ്വര്യമാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വരെ ബിജെപിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ സമീപന രീതിയാണെന്നും പിണറായി വിജയൻ. പുത്തൂരിൽ പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM കരിവള്ളൂർ പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റി പുത്തൂരിൽ നിർമ്മിച്ച പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നിർവഹിച്ചു. ബിജെപിയുടെ ഐശ്വര്യമാണ് കോൺഗ്രസ് എന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വരെ ബിജെപിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ സമീപന രീതിയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. വിജയം മുഴുവൻ ഒറ്റക്ക് വേണം. കാരണം ബിജെപിക്കെതിരെ ശക്തമായ ജനവികാരം വന്നിട്ടുണ്ട്. അപ്പോൾ വിജയത്തിൽ മറ്റാർക്കും പങ്കു കൊടുക്കേണ്ടതില്ല, മറ്റാരെയും തങ്ങളോടൊപ്പം നിർത്തേണ്ടതില്ല. ഈ സമീപനമാണ് ബിജെപിക്കെതിരെ സ്വീകരിക്കേണ്ട സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് സ്വീകരിച്ചത്. ഫലം നമ്മൾ കണ്ടതാണ്. ആ 3 സംസ്ഥാനങ്ങളിലും ബിജെപി തിരിച്ചു വന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഫലം. അതുണ്ടാക്കിയത് കോൺഗ്രസിന്റെ തെറ്റായ സമീപനമാണ്. ഏതായാലും അതിനെതിരെ പൊതുവായ വിമർശനം ഉയർന്നു. അതുകൂടി കണ്ടുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സന്നാഹമൊരുക്കി. എന്നാൽ അവിടെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത സമീപനം ചിലയിടങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചു. അത്തരമൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയേറ്റു. 3-2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചവര് കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ഉദ്ഘാടന ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. AKGയുടെ നാമധേയത്തിലുള്ള ഹാളിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെയും AKGയുടെയും ഫോട്ടോ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ് അനാച്ഛാദനം ചെയ്തു. V കുഞ്ഞികൃഷ്ണൻ, C കൃഷ്ണൻ, T ഗോപാലൻ, P ശശിധരൻ, K മധു, K രമേശൻ, KV ലളിത, AV ലേജു, K നാരായണൻ, V നാരായണൻ തുടങ്ങിയവർ
ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരവളൂർ. ലോകത്തിലെ ഏറ്റവും വലിയ കരാട്ടെ അസോസിയേഷനായ ജപ്പാൻ കരാട്ടെ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കരാട്ടെ അസോസിയേഷനായ ജപ്പാൻ കരാട്ടെ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സെക്രട്ടറി സന്തോഷ് പി.എ മുഖ്യാതിഥിയായി. JKA ചീഫ് ഷാക്കിർ P.K മത്സരങ്ങൾ നിയന്ത്രിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുരേന്ദ്ര ബാബു, കണ്ണൂർ ജില്ലാ ചീഫ് ഷമിൽ സിരാസ്, സീനിയർ ഇൻസ്ട്രക്ടർമാരായ വിനോദ് കുമാർ P, രാഹുൽ K, സിന്ധു P എന്നിവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് KSU SFI സംഘർഷം, 3 പേർ ആശുപത്രിയിൽ. പയ്യന്നൂർ കണ്ടോത്ത് വെച്ച് ഞായറാഴ്ച പുലർച്ചെ 3:30യോടെയാണ് സംഭവം. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുൺ ആലയിൽ, KSU ജില്ലാ സെക്രട്ടറി ആത്മജ നാരായണൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി ഏകദേശം ഒരു 12:30 ശേഷമാണ് എൻ്റെ അനിയനും അരുണാലയും കൂടിയിട്ട് പെരുമ്പയിൽ ഭക്ഷണം കഴിക്കാൻ പോയതാണ്, സൗദ് ഹോട്ടലിൽ. അപ്പോൾ അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ SFIൻ്റെ ഏരിയ സെക്രട്ടറി ആശിഷ് ടി പെരളവും അഭിരാം കോറും അശ്വിൻ കണ്ടങ്ങാളി, പയ്യന്നൂർ കോളേജ് ചെയർമാൻ അഭിനന്ദ് ഇവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ ഒരുതരം നോട്ടവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഒരു 10-20 ആൾക്കാർ കൂടി ഇവരെ മർദ്ദിക്കുകയുണ്ടായത്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ അനുജൻ വീട്ടിലോട്ട് വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് ഞാനും അച്ഛനും ചേട്ടനൊക്കെ അവിടെ എത്തുന്നത്. ആ സമയത്ത് ഏകദേശം അടിയൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിടിച്ച് മാറ്റി വീട്ടിലോട്ട് വന്നു. ഏകദേശം ഒരു മണിക്കൂറിനടുത്താകുമ്പോഴേക്ക് ഇവർ വീണ്ടും വീട്ടിലോട്ട് വന്ന് വീട്ടിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി കമ്പിപ്പാരയായിട്ടാണ് വന്നത്. അപ്പോൾ അവിടുന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായത്. തലയ്ക്ക് തൊട്ട് കാലോളം കമ്പിപ്പാര വെച്ച് അടിച്ച് ചതക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. സംഘർഷത്തിൽ പരിക്കേറ്റ SFI പ്രവർത്തകൻ അശ്വിനെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടറുണ്ടായൊരു 6 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുമ്പോൾ ഫോൺ തട്ടി വഴിക്ക് ഫുഡിലേക്ക് ഇടുന്നത് ശരിയില്ലായി. എന്നാലും നമ്മൾ ഫുഡായിട്ട് പോയച്ച് പുറത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ അരുണാദ്യം പുറത്തുനിന്ന് നമ്മളെ സ്ഥലത്തേക്ക് കയറി. അതും മദ്യപിച്ചിട്ടാണ്, ഇവരെല്ലാവരും മദ്യപിച്ചിട്ടാണ് മറ്റൊരായ രീതി ഇതെല്ലാം കയറിയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സംഘർഷം അറിയുണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ കണ്ടോത്ത് കളിയാട്ടത്തിന് പോയി മടങ്ങി വരുന്നതിനിടെയാണ് അക്രമ സംഭവം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ SFI DYFI നേതാക്കളാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞെഴുത്തിന്റെ ഭാവനയും സൗന്ദര്യവും നിറഞ്ഞ് കുഞ്ഞെഴുത്തും കുറ്റിപ്പെൻസിലും. കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഹരിദേവ് കൃഷ്ണന്റെ എഴുത്തുകളാണ് പുസ്തകമായത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കുഞ്ഞുമനസ്സിലെ കുഞ്ഞനുഭവങ്ങൾ പുസ്തകത്താളുകളിലേക്ക് വരികളായും വരകളായും നിറഞ്ഞു നിന്നപ്പോൾ മികച്ച വായനാനുഭവമാണ് സമ്മാനിച്ചത്. പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികളെല്ലാം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർഗാത്മക ഡയറികൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് വരെയുള്ള തന്റെ ദിവസേനയുള്ള അനുഭവങ്ങളാണ് നോട്ട് പുസ്തകത്തിൽ ഹരിദേവ് കുറിച്ചിട്ടത്. 1ാം ക്ലാസ് മുതൽ ആരംഭിച്ച ഡയറി എഴുത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ 500-ലെത്തിയപ്പോഴാണ് അത് പുസ്തക രൂപത്തിലാക്കണമെന്ന ആഗ്രഹം വന്നത്. 1ാം ക്ലാസ് മുതലേ തുടങ്ങിയതാണ്. നമ്മളെ കഴിഞ്ഞ വർഷത്തെ 1ാം ക്ലാസ്സിലൊരു പ്രവർത്തനമാണത്. അന്ന് മുതലേ തുടങ്ങിയതാണ്. ഇതുവരെ ഒരു ദിവസം പോലും അവൻ മുടക്കിയില്ല. അസുഖം വന്നാലും കൂടി അവൻ എങ്ങനെയെങ്കിലും 2 വരിയെങ്കിലും എഴുതും. അപ്പോൾ അത്രയും അവന് താല്പര്യത്തോടെ ഒരു ചെയ്യുന്ന കാര്യമാണ്. അവൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങൾ, പിന്നെ കൂട്ടുകാരോടൊത്തുള്ള നല്ല നിമിഷങ്ങൾ, ഉച്ചഭക്ഷണം,
എന്ന് വേണ്ട, അവൻ കണ്ട കാഴ്ചകളൊക്കെ ആ ഡയറിയിൽ കുഞ്ഞെഴുത്തുകളായി വന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ടായിരുന്നു. അവൻ ആ ഇതിൽ വന്നതിന് ശേഷം അവൻ അതിൽ കണ്ട കാര്യങ്ങൾ അവന് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയെന്ന് അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ട് അവനത് അയച്ചു തന്നു. ഞാൻ വലുതായി ഒരു ജോലി കിട്ടി, എനിക്ക് ഒരു വീട് വെക്കാൻ സാധിച്ച ആ വീട്ടിൽ ആദ്യം ഞാൻ കൊണ്ടുവിടുന്നത് എൻ്റെ ആശ ടീച്ചർ. 1ാം ക്ലാസ്സിൽ അപ്പം മോൻ പഠിക്കുന്നത്, 1ാം ക്ലാസ്സിലെ വിനീത ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കൊരു കണ്ണ് നിറഞ്ഞ നിമിഷമായിരുന്നു. ലാളിത്യവും ഓമനത്വവും നിറഞ്ഞു നിൽക്കുന്ന ഹരിദേവ് കൃഷ്ണന്റെ ഡയറി കുറിപ്പുകൾ ഇതേ വിദ്യാലയത്തിലെ അധ്യാപകരുടെ പ്രേരണയിൽ അങ്ങനെ പുസ്തകമായി ഇറങ്ങി. വിദ്യാലയത്തിന്റെ കെട്ടിടോദ്ഘാടന വേദിയിൽ വച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കുഞ്ഞെഴുത്തുകാരന്റെ രചനകൾ മനോഹരമാണെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയാണെന്നും മന്ത്രി പറഞ്ഞു. ഉദിനൂരിലെ സജേഷ് കോയിക്കലിന്റെയും സുജനയുടെയും മകനാണ് ഹരിദേവ് കൃഷ്ണൻ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വായനശാലയുടെ 70ാം വാർഷിക സമാപനവും ആദരായനവും പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രന്ഥാലോകം ചീഫ് എഡിറ്റർ PVK പനയാൽ ഉദ്ഘാടനവും ആദരസമർപ്പണവും നടത്തി. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വായനശാലയുടെ 70ാം വാർഷിക സമാപനവും ആദരായനവും ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മികച്ച ഗ്രന്ഥശാലകൾ, മികച്ച ലൈബ്രറിയന്മാർ, മികച്ച വായനക്കാർ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. ഗ്രന്ഥാലയം ചീഫ് എഡിറ്റർ PVK പനയാൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. സ്കൂളിൽ ചേർത്ത ദിവസം ഒന്നും ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ആകെയുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിൻ്റെ പുറത്തുള്ള മൈതാനത്തിൽ അവിടെ അങ്ങിങ്ങായി ചില കുഴികളുണ്ടാകും. അതിലൊക്കെ മഴ വന്നാൽ, ഭയങ്കരമായ മഴ വന്നു കഴിഞ്ഞാൽ ആ കുഴികളെല്ലാം വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ രാത്രി മഴ വരുമ്പോൾ ഉറങ്ങാത്ത ഒരാളാണ് ഞാൻ. അന്നും അത് ഇന്നും അത്. മഴ വരുമ്പോൾ ഉറങ്ങാൻ കഴിയില്ല. മഴയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാനുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് യാതൊരു വ്യത്യാസമില്ല. വെറുതെ എഴുന്നേറ്റ് ഇരിക്കും. മഴയുടെ ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് ഇരിക്കുക എന്നുള്ളത് രീതിയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. MV അപ്പുക്കുട്ടൻ, C ബാലകൃഷ്ണൻ, A ഷീജ, TV നാരായണൻ മാസ്റ്റർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, T ബാലകൃഷ്ണൻ, K ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള പൂരക്കളി കലാ അക്കാദമി കണ്ണപുരം മേഖലാ സമ്മേളനം താവം കൂർമ്പ ഊട്ടുപുരയിൽ നടന്നു. അക്കാദമി സംസ്ഥാന ട്രഷറർ PP ദാമോദരൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി കലാകാരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കേരള പൂരക്കളി കലാ അക്കാദമി കണ്ണപുരം മേഖലാ സമ്മേളനത്തിന് താവത്ത് തുടക്കമായി. താവം കൂർമ്പ ഓഡിറ്റോറിയത്തിലെ PV ബാലൻ പണിക്കർ നഗറിൽ പതാക ഉയർത്തലിന് ശേഷം ഉദ്ഘാടന സമ്മേളനം നടന്നു. നമുക്ക് 9 മേഖലയാണുള്ളത്. പുതുമ മേഖല, കാഞ്ഞങ്ങാട് മേഖല, അതുപോലെ തന്നെ നീലേശ്വരം മേഖല, ചെറുത്തൂർ മേഖല, അതുപോലെ കരിവള്ളൂർ മേഖല, പയ്യന്നൂർ മേഖല, മാതമംഗലം മേഖല, തളിപ്പറമ്പ് മേഖല, അതുപോലെ കണ്ണപുരം. അങ്ങനെ 9 മേഖലകളിലാണ് ഈ 2 ജില്ലകളിലായി അക്കാദമിയുടെ പ്രവർത്തനം നടക്കുന്നത്. അക്കാദമിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംഘടനാ റിപ്പോർട്ടിൽ നമ്മുടെ വൈസ് പ്രസിഡന്റായ N കൃഷ്ണനുണ്ട്. അദ്ദേഹം റിപ്പോർട്ടിൽ അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളെ വിശദീകരിക്കും. PV സജീവൻ അധ്യക്ഷത വഹിച്ചു. P മനോജ്, N കൃഷ്ണൻ, K അനിത, K പത്മിനി, P പുരുഷോത്തമൻ പണിക്കർ, KV മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൈറോയ്ഡ് ക്യാൻസർ രോഗബാധിതനായി ദീർഘകാലമായി ചികിത്സയിലുണ്ടായ പെരിങ്ങോം ഇരട്ടക്കുളം നിവാസി മകം വിജയന് സഹായവുമായി മാതമംഗലം കൂട്ടായ്മ. സഹായധനം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ചികിത്സാ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. പെരിങ്ങോം ഇരട്ടക്കുളം നിവാസിയും ഇലക്ട്രിക്കൽ ഷോപ്പ് ജീവനക്കാരനുമായ മകം വിജയൻ തൈറോയ്ഡ് ക്യാൻസർ രോഗബാധിതനായി ദീർഘകാലമായി ചികിത്സയിലാണ്. തുടർ ചികിത്സയ്ക്ക് തീരെ സാമ്പത്തിക ഗതിയില്ലാത്ത കുടുംബത്തെ സഹായിക്കാൻ നാട്ടുകാരും സന്നദ്ധ സംഘടനയും കമ്മിറ്റി രൂപീകരിച്ചു. അവർക്ക് മാതമംഗലം കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിച്ച തുകയും മെമ്പർമാരെടുത്ത തുകയും കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ചികിത്സാ സഹായ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. സുകുമാരൻ പെരിങ്ങാല, KV മനീഷ്, തങ്കച്ചൻ പെരിങ്ങോം, KP രവീന്ദ്രൻ, അഭിലാഷ് പേരൂൽ, P ഭാസ്കരൻ, അനീഷ് P, ബൈജു പാണപ്പുഴ, അഭിലാഷ് CV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഫ ഹെയർ ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ ഫാമിലി സലൂൺ പയ്യന്നൂർ കേളോത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേളോത്ത് TT കോംപ്ലക്സിലാണ് ഫ പ്രവർത്തനം ആരംഭിച്ചത്.
ഏറെ പുതുമകളോടെയും ഏറെ വ്യത്യസ്തതയോടെയും ഫ ഹെയർ ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ ഫാമിലി സലൂൺ പയ്യന്നൂർ കേളോത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേളോത്ത് TT കോംപ്ലക്സിലെ HDFC ബാങ്കിന് മുകളിലായാണ് ഫ പ്രവർത്തനം ആരംഭിച്ചത്. ആമിന, നഫീസ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകാശ് കേളോത്ത്, വാർഡ് കൗൺസിലർ ഷിജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി പരിശീലനം സംഘടിപ്പിച്ചു. റിട്ടയർഡ് കൃഷി ഓഫീസർ P. രവീന്ദ്രൻ ക്ലാസ് എടുത്തു. ചെറുതാഴം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി JLG ഗ്രൂപ്പ് അംഗങ്ങൾക്ക് തണ്ണിമത്തൻ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൃഷി സമൃദ്ധി പദ്ധതിയിൽ എല്ലാ വാർഡുകളിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതിന്റെ മുന്നോടിയായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. CDS ചെയർപേഴ്സൺ C. വസന്തയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP. അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ എമ്പാടും ഈ കാലാവസ്ഥയിൽ വളരെയധികം നമുക്ക് വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ് തണ്ണിമത്തൻ. അത് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിപണി വളരെ സജീവമാണ്. അത് വിൽപ്പനക്ക് നമുക്ക് ഉതകുന്നതാണ്. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങളെല്ലാം തന്നെ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം താല്പര്യം കാണിക്കാതെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. റിട്ടയർഡ് കൃഷി ഓഫീസർ P. രവീന്ദ്രൻ ക്ലാസ് എടുത്തു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, കൃഷി അസിസ്റ്റന്റ് PP. ശാരദാദേവി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രം നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് നടത്തി. ഒരു വർഷത്തെ ക്ഷേത്രാവശ്യങ്ങൾക്ക് ആവശ്യമായാണ് നെൽകൃഷി നടത്തിയത്. കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രം നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കുണിയൻ പടിഞ്ഞാറേക്കര പാടശേഖരത്തിലെ തരിശുകിടന്ന സ്ഥലത്തെ 1/2 ഏക്കറിലാണ് നെൽകൃഷി നടത്തിയത്. ഒരു വർഷത്തെ ക്ഷേത്രാവശ്യങ്ങൾക്കായാണ് നെല്ല് കൃഷി ചെയ്തത്. അമ്പലത്തിന്റെ നിത്യവൃത്തിക്കായുള്ള നിവേദ്യത്തിനും പ്രതിഷ്ഠാദിനം, നവരാത്രി എന്നിങ്ങനെയുള്ള ഉത്സവങ്ങൾക്കുമായാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ക്ഷേത്രാവശ്യങ്ങൾക്കായി തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ശ്രീ ദുർഗാംബിക ക്ഷേത്രം മാതൃകയാവുകയാണ്. തുടർന്നും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ തീരുമാനം. വളരെ നല്ല കൂട്ടുത്തരവാദിത്തോടുകൂടി നമ്മുടെ ആൾക്കാർ, നാട്ടുകാരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന ബാക്കിയുള്ള തരിശു ഭാഗം കൂടി നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തരുകയും ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. അതിന് ഈ നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും എപ്പോഴും ഏത് സമയത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും തുടർന്നും അത് ഉണ്ടാവണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ദാമോദരൻ കല്ലറ സെക്രട്ടറിയായും ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റുമായുള്ള ഭരണസമിതിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. താവം പള്ളിക്കര ADLP സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടിക്ക് തുടക്കമായി. സ്കൂളിൽ നടന്ന പരിപാടി കണ്ണൂർ രൂപതാ ബിഷപ്പ് റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു.
ഒരു നൂറ്റാണ്ടിന്റെ കർമ്മസാക്ഷിയായി നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് ശതാബ്ദിയുടെ നിറവിൽ എത്തി നിൽക്കുന്ന പള്ളിക്കര LP സ്കൂളിന്റെ വാർഷികാഘോഷവും ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്കൂളിൽ നടന്നു. ഒരു നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ 100ാം പിറന്നാൾ വൈവിധ്യമാർന്ന പരിപാടികളുടെയാണ് ആഘോഷിക്കുന്നത്. PTA പ്രസിഡന്റ് ഷാജി കാരക്കൽ അധ്യക്ഷത വഹിച്ചു. MV ജിൻ MLA വിശിഷ്ടാതിഥിയായി. പ്രസംഗം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നത്. എൻ്റെ കുഞ്ഞുള്ള പരിപാടി മാത്രം അന്നേരം നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഞാൻ കിടന്നു. കാരണം ഇനി കുറേയാളെ മനസ്സിലേക്ക് ഫാദർ എന്നെ വിളിച്ചപ്പോൾ ഇനി ഒരുപാട് ഇയാളുടെ പ്രസംഗം കൂടി ഉണ്ടോ എന്നാണ് ചിന്തിച്ചത്. പ്രസംഗമില്ല. ഫാദർ ഷൈജു പീറ്റർ, പ്രധാനാധ്യാപിക രേഖ ജെയ്സി, രാജൻ വലിയപറമ്പ്, BPC വിനോദ്, ഷർലി ബാബു, രജനി വിനീഷ്, ഫ്രാൻസിസ് C അലക്സ്, മജീദ് K, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. എടനാട് നവപ്രഭ തിയേറ്ററിൽ ഏകദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ ഗൗതം ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി, IMA പയ്യന്നൂർ, വെസ്റ്റ് റെസിഡൻസി എടാട്ട്, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി പയ്യന്നൂർ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എടനാട് നവപ്രഭ തിയേറ്ററിൽ ഏകദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ ഗൗതം ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. CM സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ T രഞ്ജിത് കുമാർ, ഡോക്ടർ VC രവീന്ദ്രൻ, ഗംഗാധരൻ മേലയിടത്ത്, K രാഹുൽ, U രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കിഡ്നി അനുബന്ധ രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഗൗതം ഗോപിനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJPയുടെ ഐശ്വര്യമാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വരെ BJPയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ സമീപന രീതിയാണെന്നും പിണറായി വിജയൻ. പുത്തൂരിൽ പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ കരാട്ടെ അസോസിയേഷനായ ജപ്പാൻ കരാട്ടെ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് KSUSFI സംഘർഷം, 3 പേർ ആശുപത്രിയിൽ. പയ്യന്നൂർ കണ്ടോത്ത് വെച്ച് ഞായറാഴ്ച പുലർച്ചെ 3:30യോടെയാണ് സംഭവം. കുഞ്ഞെഴുത്തിന്റെ ഭാവനയും സൗന്ദര്യവും നിറഞ്ഞ് കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഹരിദേവ് കൃഷ്ണന്റെ എഴുത്തുകൾ പുസ്തകമായി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.